ചെറുപ്പക്കാരാ, ബദർ ദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ ബദരീങ്ങൾ 14 പേര് ഷഹീദായല്ലോ. 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ പോയല്ലോ. അവരെ കുറിച്ചൊന്ന് പഠിക്കണേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ചരിത്രം വായിച്ചു നോക്കടാ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇരുന്ന് സമയം കളയുമ്പോ മോനെ നിന്റെ മുൻഗാമികളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. 17-ാം രാവാണല്ലോ. 313 സ്വഹാബത്തിന്റെ ചരിത്രം അറിയുമല്ലോ. ബദറിന്റെ രണാങ്കണത്തിൽ ഷഹീദായ 14 ശുഹദാക്കളുണ്ടല്ലോ. അവരെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കുമോനെ. അവരാടാ ചെറുപ്പക്കാര്. 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള എത്ര സ്വഹാബികളാണ് ബദറിൽ പങ്കെടുത്തതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ വായിച്ചു നോക്കണം ചെറുപ്പക്കാരാ. ബദർ ദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ ബദരീങ്ങൾ 14 പേര് ഷഹീദായല്ലോ. 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ പോയല്ലോ. അവരെ കുറിച്ചൊന്ന് പഠിക്കണേ. 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ എത്ര ചെറുപ്പക്കാരാണ് പടച്ചവനെ ബദറിൽ പങ്കെടുത്തതെന്നറിയുമോ? സ്വഹാബത്തിന്റെ ചരിത്രമറിയാ. എത്രയോ സ്വഹാബത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. അതാ മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാ, സുബൈർ ബിൻ അവ്വാം, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഇതെല്ലാം 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള ചെറുപ്പക്കാരായിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാര് കളിയും തമാശയും കള്ളും പെണ്ണും വ്യഭിചാരവും ചൂതാട്ടവുമായി നടക്കുമ്പോ, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ നടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, സഅദ് ബിൻ അബീ വഖാസ് എന്ന് പറയുന്ന സ്വഹാബി പറയുകയാ, ബദറിന്റെ രണാങ്കണത്തിലൂടെ തന്റെ സഹോദരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ബദറിന്റെ രണാങ്കണത്തിലൂടെ തന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ ഒളിച്ചും പാത്തും നടന്നു പോവുകയാ. ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഒളിച്ചും പാത്തും നടന്നു പോവുകയാണ്. യാ അഖീ, എന്റെ പൊന്നനിയാ, എന്തിനാടാ ഒളിച്ച് നടന്നു പോകുന്നത്? എന്തിനാണ് ബദറിന്റെ രണാങ്കണത്തിലൂടെ നീ ഒളിച്ച് നടന്നു പോകുന്നത്? ജ്യേഷ്ഠനോട് അനുജം പറയുന്നു, ഇക്കാ അല്ലാഹുവിന്റെ റസൂല് കാണാതെ നടന്നു പോവുകയാണ്. നബിതങ്ങള് കാണാതിരിക്കാനാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് കാണാതിരിക്കാനാണ് ഞാൻ ഒളിച്ചും പാത്തും നടക്കുന്നത്. എന്റെ നബിതങ്ങള് കണ്ടാലെന്തേ? അവിടുന്ന് ഉമൈർ പറയുകയാ, എനിക്ക് പ്രായം കുറവാണ്, 16 വയസ്സേ ഉള്ളൂ, 16 വയസ്സേ ഉള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകന് ബദറിന്റെ രണാങ്കണത്തിൽ പോകാൻ എന്നെ സമ്മതിക്കൂല. ഞാൻ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട്, ഞാൻ പ്രായം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്നെ വീട്ടിൽ പറഞ്ഞു വിടും. അതുകൊണ്ട് നബിതങ്ങൾ കാണാതിരിക്കാനാണ് ഞാൻ ഒളിച്ചും പാത്തും നടന്നു പോകുന്നത്. അല്ലാഹുവേ, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ കാണുകയാണ്. നബിതങ്ങൾ അവിടുന്ന് കണ്ടപ്പോ അവിടുന്ന് പറയുകയാ, ഉമൈർ ബിൻ അബീ വഖാസ്, വീട്ടിലേക്ക് പോ, നീ ബദറിൽ വരണ്ട, നീ ബദറിന്റെ രണാങ്കണത്തിൽ വരണ്ട, നീ കുട്ടിയാണ്, നീ കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലും മടക്കി വിടുമ്പോ ഉമൈർ ബിൻ അബീ വഖാസ് നബിതങ്ങളുടെ കൈപിടിച്ച് കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് കൈപിടിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യർസുക്കൻ, അവിടെന്ന് പറയുകയാ, ലഅല്ലല്ലാഹു അയ്യർസുക്കൻ ഷഹാദ, എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് ബദറിൽ പോയി ഷഹീദാകണം നബിയേ. ആ 16 വയസ്സുകാരൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ച് കരയുകയാ. ടാബിന് വേണ്ടിയല്ല, കമ്പ്യൂട്ടറിന് വേണ്ടിയല്ല, കറങ്ങാൻ പോകാനല്ല, ബൈക്ക് വാങ്ങാനല്ല, ടൂറ് പോകാനല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ചിട്ട് ആ 16 വയസ്സ്
വയസ്സുകാരൻ കരയുകയാ, എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് ബദറിൽ പങ്കെടുക്കണം നബിയേ. ആ പൊന്നുമോന്റെ കരച്ചില് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ അനുവാദം കൊടുക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് പറയുകയാണ്, വാളും പരിചയം പിടിക്കാൻ പോലും അറിയില്ലടോ, എങ്ങനെയാണത് കെട്ടേണ്ടതെന്ന് പോലും അറിയില്ല. എന്റെ സഹോദരന് ഞാനാണ് ആ പരിച വെച്ച് കെട്ടിക്കൊടുത്തത്. അവിടെ പോയി ഷഹീദാ എന്ന് പറയുമ്പോ ഇന്നത്തെ ചെറുപ്പക്കാര് പഠിക്കടാ മോനെ, ഇന്നത്തെ ചെറുപ്പക്കാര് പഠിക്കണം. ആരാണ് ബദരീങ്ങള്? ഇവരുടെ ചരിത്രമാണ് നീ വായിച്ചു നോക്കേണ്ടത്.